TC അല്ലെങ്കിൽ മൈഗ്രേഷൻ കം TCയും ഇക്വലൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? ഇത് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നേതൃത്വത്തിൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കാരണം നമ്മളെ വിളിക്കുന്ന സമയത്തൊക്കെ ചില കുട്ടികൾ എന്നോട് പറയാറുണ്ട്, മിസ്സേ ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, അവർക്ക് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു എൻക്വയറി ചെയ്തു, അവിടെ ഫീസ് കുറവാണല്ലോ, അല്ലെങ്കിൽ അവിടെ മറ്റിടത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ ഫീസ് കൂടുതലാണ്, അവിടെ കമ്പയർ ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ ഫീസ് കുറവാണല്ലോ, ആ രീതിയിലല്ല നമ്മൾ ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്യേണ്ടത്. കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയുന്ന സ്ഥാപനങ്ങളിൽ, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക. അതല്ലാതെ ഉള്ള സ്ഥാപനങ്ങൾ ജോലി ചെയ്യാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നേരിടേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികളുടെ ഒരു സംശയമാണ്. നമ്മുടെ TC അല്ലെങ്കിൽ മൈഗ്രേഷൻ കം TCയും ഇക്വലൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? ഇത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. സോ ഈ ഒരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള 10ാം ക്ലാസ് +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു 10ാം ക്ലാസ്സിന്റെയോ അല്ലെങ്കിൽ +2ന്റെയോ ഒക്കെ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് NIOSന്റെ കീഴിൽ ഈ ഒരു 10ാം ക്ലാസ്സും +2 ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ NIOS 2026 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിഷയത്തിന്റെ ട്യൂഷൻ ക്ലാസ്സുകളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഡിജി ലോക്കർ വഴിയുള്ള സർട്ടിഫിക്കറ്റുകൾ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഡിജി ലോക്കർ എന്ന ആപ്പിൽ നിന്നും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഡിജി ലോക്കറിൽ നിന്ന് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. സോ കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം തന്നെ ഡിജി ലോക്കറിൽ നിന്ന് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് ഈ മൈഗ്രേഷൻ കം TC എന്ന് പറയുന്നത്, TC എന്താണെന്ന് അറിയാലോ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ഇക്വലൻസ് സർട്ടിഫിക്കറ്റും, ഇതാണ് പ്രധാനമായിട്ടും കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയം. ഇത് എവിടെ നിന്നാണ് ലഭ്യമാകുക? നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇക്വലൻസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ളത് അല്ലെ. നമുക്കറിയാം NIOSൽ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്നാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്കിത് ലഭ്യമാകുന്നത്. ഇനി 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്? SCERTൽ നിന്നാണ്. അപ്പോൾ ഇത് രണ്ടും കാര്യവും മനസ്സിലാക്കി വെക്കണം. 10ാം ക്ലാസ്സും +2വും കംപ്ലീറ്റ് ചെയ്തിട്ട് NIOS വഴി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇക്വലൻസ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ പറഞ്ഞത് മനസ്സിലാക്കുക. 10ാം ക്ലാസ്സുകാർക്ക് SCERTൽ നിന്നും അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്നുമാണ് ഇക്വലൻസ് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുക. ഇനി ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് ഞാൻ NIOSൽ ഇത്ര സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പാസ്സായി എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാലോ ഒന്നും നമുക്ക് ഈ സാധനം കിട്ടണമെന്നില്ല അല്ലെ. അപ്പോൾ അവരുടെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. 10ാം ക്ലാസ്സിനായാലും +2നാണെങ്കിലും NIOSൽ നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ എടുത്തിരിക്കണം.
എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ച് 10ാം ക്ലാസ്സും പ്ലസ് ടുവും NIOS പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ പറയണ SCERT നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡിൽ നിന്നൊക്കെ എന്ത് ലഭ്യമാകുകയുള്ളൂ? ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാകുകയുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ NIOS പഠിച്ചിട്ടുള്ള കുട്ടികളുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ കേരള ബോർഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കേരള ഹയർ സെക്കൻഡറി ബോർഡിലെ പ്ലസ് ടുവും NIOS പ്ലസ് ടുവും തുല്യമാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും നമ്മുടെ കേരള ബോർഡിന്റെ 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും ഒക്കെ ഏകദേശം അല്ലെങ്കിൽ അതിനോട് തുല്യമാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇക്വലൻസി എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഹയർ സ്റ്റഡീസിന് ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ +1 +2 നമ്മൾ റെഗുലർ ആയിട്ട് ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി +2 കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ നഴ്സിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെ, മെഡിക്കൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ലഭ്യമാകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. സോ ആ ഒരു വീഡിയോ കാണുക. ഇനി അതുപോലെ തന്നെ +2 ബോർഡിൽ, അതായത് നമ്മുടെ NIOS +2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്ന് ഷോർട്ട് ആയിട്ട് പറഞ്ഞു തന്നേക്കാം. അതായത് നിങ്ങൾ സബ്ജക്ട് കോമ്പിനേഷൻ നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കണം. അതായത് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് 3 തിയറി വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ജൂൺ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 19 വയസ്സ് പൂർത്തീകരിക്കണം. 19 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു കുട്ടിക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാകത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും നിങ്ങൾ പാസ്സായിരിക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷ തയ്യാറാക്കണം. ഈ അപേക്ഷ തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വെള്ള പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്രമും ടു ഒക്കെ കൊടുത്ത ഒരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ തയ്യാറാക്കുക. ആ റിക്വസ്റ്റ് ലെറ്ററിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളതും നിങ്ങൾ ഏത് വർഷത്തിലാണ് NIOS +2 കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങളുടെ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇക്വലൻസിക്ക് അപ്ലൈ ചെയ്യുന്നത് ഇതെല്ലാം കാണിച്ചു വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു അപേക്ഷ തയ്യാറാക്കാനായിട്ട്. അതുകൂടാതെ നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണ് ചെലാൻ ഉണ്ട് അല്ലെ, ആ ചെലാൻ നമ്പർ ഒക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് ഇതെല്ലാം ഞാൻ ഈ ഒരു അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ വെച്ച് വേണം നമ്മൾ എന്ത് തയ്യാറാക്കാൻ, അപേക്ഷ തയ്യാറാക്കാനായിട്ട്. കൂടാതെ നിങ്ങളുടെ SSLC ബുക്ക് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ്, കൂടാതെ NIOS ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ദെൻ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്. ഒറിജിനൽ മീൻസ് ഇതിന്റെ എല്ലാം ഈ ഒറിജിനൽ SSLC സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, NIOS സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നമുക്ക് NIOS നിന്ന് ലഭ്യമല്ല, പകരം നിങ്ങൾ TC, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കോപ്പി എടുക്കുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കരുത്. ഇതിന്റെ എല്ലാം കോപ്പി എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആ സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യണം? സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് എഴുതി സൈൻ ചെയ്യുക. ചിലർ സൈൻ ചെയ്യുമ്പോൾ അതിന്റെ അടിഭാഗത്തായിട്ട് ഡേറ്റ് ഒക്കെ കൊടുത്ത് സൈൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റാച്ച് ചെയ്ത് അയച്ചു കൊടുക്കുക. അപ്പൊ ഓർത്തിരിക്കുക, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അല്ല, കോപ്പികളാണ് നമ്മൾ എടുക്കേണ്ടത്. കോപ്പി എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വേണം ഈ അപേക്ഷയോടൊപ്പം ഇത് അയച്ചു കൊടുക്കാൻ. അത് കൂടാതെ നമ്മൾ കേരള സർക്കാരിന്റെ ട്രഷറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെലാൻ എടുക്കണം. 150 രൂപയുടെ ചെലാൻ എടുക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി, അതായത് ചെലാൻ എടുക്കേണ്ടത് ഏത് അക്കൗണ്ട് നമ്പർ വഴിയാണ്, ഇതെല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ അതിൽ നമ്മൾ സ്ക്രീനിൽ വളരെ കറക്റ്റ് ആയിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണണം, എങ്കിലേ നിങ്ങൾക്ക് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ഈ അപേക്ഷ കൊടുക്കാനായിട്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് അഡ്രസ്സിലേക്കാണ് ഇത് അയക്കേണ്ടത്? ടു ജോയിന്റ് ഡയറക്ടർ അക്കാദമിക് ഹയർ സെക്കൻഡറി വിംഗ്, ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ, ജഗതി, തിരുവനന്തപുരം 695-014. ഈ ഒരു അഡ്രസ്സിലേക്ക് വേണം നിങ്ങൾ ഈ അപേക്ഷകൾ അയക്കാനായിട്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങളുടെ മെയിൽ ID കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മെയിൽ IDയും ഫോൺ നമ്പറും ഒക്കെ വെള്ളപ്പേപ്പറിൽ നിങ്ങൾ റിക്വസ്റ്റ് എഴുതണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ റിക്വസ്റ്റിൽ ഈ പറഞ്ഞ ഫോൺ നമ്പറും മെയിൽ IDയും കൊടുക്കാൻ മറന്നുപോയേക്കരുത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി ഈ മൈഗ്രേഷൻ കം ടി സി, അതായത് ടി സിയും അതുപോലെ തന്നെ ഇക്വലൻസ് കിട്ടുന്ന മനസ്സിലായാലും എങ്ങനെയാണെന്നുള്ളത്. ടി സി എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ NIOS നിന്നും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുന്ന സമയമുണ്ടല്ലോ, അപ്പൊ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കൂടെയാണ് എന്ത് കിട്ടുന്നത്, ടി സി ലഭ്യമാകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. പിന്നെ ചിലർ എന്നോട് ചോദിക്കുന്നത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. അത് നിങ്ങൾ പഠിച്ച സ്ഥാപനം ഉണ്ടെങ്കിൽ അവരോട് കോൺടാക്ട് ചെയ്യുക. സോ അവിടെ നിന്ന് നിങ്ങൾക്ക് ലെറ്റർ പാർട്ടിൽ എന്ത് കിട്ടും, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയോ എന്നുള്ള കാര്യവും നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കുന്നത് അവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നേതൃത്വത്തിൽ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. മറ്റ് സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ സെൽഫ് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഇത് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. കാരണം നമ്മളെ വിളിക്കുന്ന സമയത്തൊക്കെ ചില കുട്ടികൾ എന്നോട് പറയാറുണ്ട്, മിസ്സേ ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, അവർക്ക് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മൾ ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു എൻക്വയറി ചെയ്തു, അവിടെ ഫീസ് കുറവാണല്ലോ അല്ലെങ്കിൽ അവിടെ മറ്റിടത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ ഫീസ് കൂടുതലാണ്, അവിടെ കമ്പയർ ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ ഫീസ് കുറവാണല്ലോ, ആ രീതിയിലല്ല നമ്മൾ ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്യേണ്ടത്. കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയുന്ന സ്ഥാപനങ്ങളിൽ, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക. അതല്ലാതെ ഉള്ള സ്ഥാപനങ്ങൾ ജോയിൻ ചെയ്യാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നേരിടേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. കൂടാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. LB പഠിക്കുന്ന സ്റ്റുഡൻസിന് നമ്മുടെ നേതൃത്വത്തിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ടെൻഷൻ ആവണ്ട, മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിർത്തുന്നു. NIOS സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.